ഹായ് ഫ്രണ്ട്സ്. ഒരുപാട് ബിസിനസ് ഓണേഴ്സും ഡിജിറ്റൽ മാർക്കറ്റേഴ്സും എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്. ഇത്ര ഈസി ആയിട്ട് എങ്ങനെയാണ് പുതിയ ഈ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ചും അതുപോലെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്? നല്ല ടെക്നിക്കൽ നോളേജ് ഉള്ളത് കൊണ്ടാണോ? എങ്ങനെയാണ് ഇത് പഠിക്കുന്നതെന്നുള്ളത്? സോ ഇതിൽ വലിയ ടെക്നിക്കലായുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളാണ് ഞാനും. പക്ഷെ ഞാൻ ഏതൊരു പുതിയ അപ്ഡേഷൻ വരുമ്പോഴും ഇത് എന്താണ്, എങ്ങനെയാണെന്ന് ഈസിലി മനസ്സിലാക്കാനും പഠിക്കാനും ഞാനൊരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ടൂൾ എന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ആ ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ നോട്ട്ബുക്ക് എൽഎം എന്ന് പറഞ്ഞുള്ള ടൂളാണ്. ഈ ടൂൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് പെയ്ഡ് വേർഷനും ഉണ്ട്. പക്ഷേ നിങ്ങൾക്കിതിന് ഫ്രീ വേർഷൻ തന്നെ ധാരാളമായിരിക്കും. ഇതിൻ്റെ പെയ്ഡ് വേർഷൻസ് വരുന്നുണ്ട്. അത് വരുന്നത് ഗൂഗിൾ വർക്ക് സ്പേസ് കണക്റ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലാന് കാര്യങ്ങളെല്ലാം വരുന്നത്. സോ നിങ്ങൾക്ക് വർക്ക് സ്പേസിൻ്റെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ ബിസിനസ് പ്ലാന്, എൻ്റർപ്രൈസ് പ്ലാൻ, എഡ്യൂക്കേഷൻ പ്ലാനൊക്കെ ഉണ്ട്. സോ നമുക്ക് നോർമൽ ബേസിക് ഫ്രീ വേർഷൻ തന്നെ നമുക്ക് ധാരാളമാണ്. ഓക്കെ. സോ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോട്ട്ബുക്ക് എല്ലാമിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ട്രൈ നോട്ട്ബുക്ക് എല്ലാം എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒന്നുകിൽ നിങ്ങളുടെ കയ്യിലുള്ള PDF ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇവിടെ ഏതെങ്കിലും വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്, ബ്ലോഗിലെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അറിയുന്നെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആൻഡ്രോമേഡ, ഇപ്പം മെറ്റയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണല്ലോ ആൻഡ്രോമേഡ, അതിനെക്കുറിച്ചുള്ളൊരു PDF ഞാനിവിടെ ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ജസ്റ്റ് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമ്മറി എന്താണ് എന്നുള്ളത് ഇവിടെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള കാര്യം വരുന്നത്. ഇതിനെ നിങ്ങൾക്ക് ഓഡിയോ ഓവർവ്യൂ ആക്കാൻ പറ്റും, വീഡിയോ ഓവർവ്യൂ ആക്കാൻ പറ്റും, മൈൻഡ് മാപ്പ്, റിപ്പോർട്ട്, ഫ്ലാഷ് കാർഡ്, ക്വിസ്, ഇൻഫോഗ്രാഫിക്, ഈവൻ പ്രസൻറ്റേഷൻ സ്ലൈഡ് പോലും നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഓഡിയോ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇത് ഇംഗ്ലീഷിൽ മാത്രമേ കേൾക്കാൻ പറ്റൂ എന്നുള്ളത് ചിന്തിക്കേണ്ട. ജസ്റ്റ് ഈ ഒരു പെന്നിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജിൽ ഈവൻ മലയാളം പോലും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് നിങ്ങൾ കൊടുത്ത ആ കണ്ടന്റിലുള്ള കാര്യം എന്താണോ അത് നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുതരും. അത് കോൺവെർസേഷൻ ടൈപ്പ് ആണെങ്കിലും ബ്രീഫ് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിലും ഇനി ക്രിറ്റിക് ചെയ്യണമെങ്കിലും ഡിബേറ്റ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഡീപ്പ് ഡ്രൈവ് എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അത് ജസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് ഓഡിയോ ജനറേറ്റ് ചെയ്യും. ഇനി അടുത്ത വീഡിയോ വേണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ലാംഗ്വേജ് ഞാനിവിടെ മലയാളം ലാംഗ്വേജ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ജനറേറ്റ് കൊടുക്കാം. അതുപോലെ ഇത് ഓരോന്നും മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ബ്രീഫ് ഡോക്യുമെൻറ്റ്, സ്റ്റഡി ഗൈഡ്, ബ്ലോഗ് ആക്കിയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ബ്ലോഗ് ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാം. അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഫ്ലാഷ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കാർഡും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫ്യൂർ ഫ്ലാഷ് കാർഡ്, സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ കൂടുതൽ ഫ്ലാഷ് കാർഡ് വേണമെങ്കിൽ അങ്ങനെ. അതിൻ്റെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ ഈസി, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്വിസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വിസ് ടൈപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ക്വിസ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലും ഫ്യൂവർ, സ്റ്റാൻഡേർഡ്, മോർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ തന്നെ ഡിഫിക്കൽട്ടി ലെവലും ഈസി, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. സോ ഞാൻ അതും ഇവിടെ ജനറേറ്റ് കൊടുക്കുകയാണ്. ഇനി ഇൻഫോഗ്രാഫിക്ക് വേണമെന്നുണ്ടെങ്കിലും ഇൻഫോഗ്രാഫിക്കും നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പം മലയാളം സെലക്ട് ചെയ്യണം. അതിനുശേഷം കോൺസിസ്, സ്റ്റാൻഡേർഡ്, ഡീറ്റെയിൽഡ്, ഇങ്ങനെ ഏത് ലെവൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, സ്ക്വയർ, ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതും അതിൻ്റെ ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുക്കാം. ഓക്കെ. ഇനി സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ സ്ലൈഡും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഏത് ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിലും സ്ലൈഡും നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ലൈഡും നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് ഡിഫോൾട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതും ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം നമുക്കിവിടെ ഫ്ലാഷ് കാർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് അപ്പോൾ ഫ്ലാഷ് കാർഡ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഫ്ലാഷ് കാർഡ് എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ലോഡാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് കണ്ടോ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ന്യൂ ഫസ്റ്റ് സ്റ്റെപ്പ് അൽഗോരിതം മെറ്റ റോൾഡ് ഔട്ട് ഇൻ ഇറ്റ്സ് അഡ്വർടൈസിംഗ് റെക്കമെൻഡേഷൻ പൈപ്പ്ലൈൻ ഇൻ മിഡ് 2025. സി ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോമേഡ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി ആൻസർ, അതിൻ്റെ ആൻസർ. ഈ രീതിയിൽ ഫ്ലാഷ് കാർഡുകളാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ക്വിസ് വേണമെന്നുണ്ടെങ്കിൽ ക്വിസ് നമുക്കിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ക്വിസും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോമേഡൻ്റെ മൈൻഡ് മാപ്പ് കണ്ടല്ലേ, ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് സിംപ്ലിഫൈ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത്
ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഫോർമാറ്റിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വോയിസ് വേണമെന്നുണ്ടെങ്കിൽ വോയിസ് നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ അത് വോയിസ് ക്രിയേറ്റ് ആയിട്ട് തരും. ഓക്കെ. സോ ഈ രീതിയിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കോംപ്ലിക്കേറ്റ് ഉള്ള സാധനം, എത്ര ഡീറ്റെയിൽ ബ്ലോഗ് ആണെന്നുണ്ടെങ്കിലും PDF ആണെന്നുണ്ടെങ്കിലും മണിക്കൂറുകളെടുത്ത് അത് വായിച്ച് മനസ്സിലാക്കുന്നതിന് പകരം വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഓഡിയോ ഒരാൾ പറഞ്ഞു കേൾക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓഡിയോ ആക്കാം, മൈൻഡ് മാപ്പ് ആക്കാം, പ്രസൻറ്റേഷൻ ആക്കാം. ഈ രീതിയിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ ഇതുവരെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അത് ഈവൻ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിലും ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നോട്ട്ബുക്ക് എല്ലാം. ഇത് ഫ്രീ ആണ്. സോ ഇത് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.